ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു 10 ചോദ്യങ്ങളുമായിട്ടാണ്. ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾ ചുമ്മാ ഒന്ന് എഴുതി നോക്കുക. ഫുൾ മാർക്ക് കിട്ടും. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ഫുൾ മാർക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. പെട്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോസ് ചെയ്യുക. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്, ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഒന്നെങ്കിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഏത് സമരത്തിന് പുറപ്പെടും മുൻപാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഒന്നല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഏത് സമരത്തിന് പുറപ്പെടും മുൻപാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, നിസ്സഹരണ സമരം. മൂന്നാമത്തെ ചോദ്യം, വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? നോക്കണം, വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? നാലാമത്തെ ചോദ്യം, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ്? സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു. നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. തീർച്ചയായിട്ടും ഈ ചോദ്യം ഒന്ന് ഓർത്തു വയ്ക്കുക, പ്രസ്താവനയിലൊക്കെ തരാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന ഏത് പ്രസിദ്ധീകരണത്തിലാണ് 1916 പ്രസിദ്ധപ്പെടുത്തിയത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രസ്താവനയാണ് നമുക്ക് ജാതിയില്ല. ഇത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് 1916 പ്രസിദ്ധപ്പെടുത്തിയത്? പ്രബുദ്ധ ഭാരതം, കേരള കൗമുദി, വിവേകോദയം, പ്രബുദ്ധ കേരളം. തെറ്റിക്കാൻ സാധ്യതയുണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഏകദേശം ഒരുപോലെയുള്ളതാണ്. അതുകൊണ്ട് ആറാമത്തെ ചോദ്യം, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, വിവേകാനന്ദൻ, രമണ മഹർഷി. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ, ചട്ടമ്പി പറയാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി പറയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യം, ഏത് ഭാഗത്താണ് ഇന്ത്യയിലെ അഗ്നിപർവ്വതമായ ഭാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ആൻഡമാൻ, വടക്ക് ആൻഡമാൻ, തെക്ക് ആൻഡമാൻ, അല്ലേ? അതുപോലെ തന്നെ കാർ നിക്കോബാർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഏത് ഭാഗത്താണ് ഇന്ത്യയിലെ അഗ്നിപർവ്വതമായ ഭാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? എട്ടാമത്തെ ചോദ്യം, ധീര സ്വതന്ത്ര സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തിനോടനുബന്ധിച്ചാണ്? ലാത്തി ചാർജിലാണ് മരണപ്പെട്ടതെന്നറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗിൻ്റെ പ്രതികാരം അത് നമുക്കറിയാം. അപ്പോൾ ധീര സ്വതന്ത്ര സമര സേനാനി ആയിട്ടുള്ള ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സഹരണ സമരമാണോ, ചൗരി ചൗര സംഭവമാണോ, ഉപ്പ് സത്യാഗ്രഹമാണോ, സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭമാണോ? സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭമാണോ? ഒൻപതാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആറ്റോമിക് എനർജിയാണ് വിക്രം സാരാഭായ്, ജഗദീഷ് ചന്ദ്രബോസ്, APJ അബ്ദുൽ കലാം, ഹോമി ജെ ഭാഭ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. എളുപ്പമുള്ള ചോദ്യം. ഇതിന് മുമ്പ് ഈ 48ൻ്റെ ചോദ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചോദിച്ചതാണ്. രണ്ടാമത്തെ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇത് ആദ്യത്തേതാണ് ചോദ്യം. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ അത് എപ്പോൾ മുതലാണ്? തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് മുതൽ, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതൽ, ആദ്യ സമ്മേളന തീയതി മുതൽ, ഇവയൊന്നുമല്ല. ലോകസഭയുടെ കാലാവധി 5 വർഷമാണെങ്കിൽ അതെങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച അന്ന് മുതൽ, ആ തീയതി മുതൽ 5 വർഷമാണോ? പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതലാണോ? ആദ്യ സമ്മേളന തീയതി മുതലാണോ എന്നതാണ് ചോദ്യം. 10 ചോദ്യമാണ് പറഞ്ഞത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ടത് അപ്പു നെടുങ്ങാടിയുടെ നെടുങ്ങാടി ബാങ്കാണ്. സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. രണ്ടാമത്തെ ചോദ്യം,
ഏത് സമരത്തിന് മുമ്പ് പോകുമ്പോഴാണ്, ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി ഒന്നില്ലെങ്കിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും എന്ന് പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ റംസെ മക്ഡൊണാൾഡ് ആണ് പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. നാലാമത്തേത് ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ക്രാന്തി മന്ദിർ ക്രാന്തി മന്ദിർ നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവന പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1916 ഏതാണ് പ്രസിദ്ധപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രബുദ്ധ കേരളമാണ്. പ്രബുദ്ധ കേരളം. ഭാരതമൊക്കെ കാണും, തെറ്റിക്കണ്ട. ആറാമത്തെ ചോദ്യം അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമി ഇപ്രകാരം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദനെയാണ്. ഏഴാമത്തെ ചോദ്യം ഏത് ഭാഗത്താണ് ഇന്ത്യയിലെ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മധ്യ ആൻഡമാൻ. എട്ടാമത്തെ ചോദ്യം ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ് സാൻഡേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്, ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റായ് മരണപ്പെടാനുള്ള കാരണം അത് ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണെന്ന് ചോദിച്ചാൽ നിസ്സഹരണമല്ല, ചൗര്യചൗര്യമല്ല, ഉപ്പ് സത്യാഗ്രഹമല്ല, സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒൻപതാമത്തെ ചോദ്യം 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചത്. ഹോമി ജെ ഭാഭയാണ്. പത്താമത്തെ ചോദ്യം ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ്. എപ്പോൾ മുതലാണ്? ആദ്യ സമ്മേളനം മുതൽ, ആദ്യ സമ്മേളന തീയതി മുതൽ 5 വർഷം. 10 ചോദ്യങ്ങളാണ് നോക്കിയത്. 10ൽ 10 കിട്ടിയ ആളുകൾ എത്ര പേരുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരെണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റിയത് ഏതാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.